അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം പാടിയ ഈ മാലാഖമാരോടൊപ്പം നമ്മുടെ ക്രിസ്തുമസ് ആഘോഷങ്ങളിലേക്ക് നമുക്കൊന്നു കടന്നു ചെല്ലാം. യേശുവിൻ്റെ ജനനം ആഘോഷിക്കുന്ന ഒരു ഉത്സവ ദിനം. ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള തിരുവെഴുത്തുകളുടെ പൂർത്തീകരണം. ദാവീദിൻ്റെ പട്ടണത്തിൽ നമുക്കായി ജനിച്ച ഒരു രക്ഷകൻ. അതെ, ആ രക്ഷകൻ്റെ ജനനത്തിരുനാളാണ് നമ്മുടെ ക്രിസ്തുമസ്. ആരാണ് ക്രിസ്തുമസ് അപ്പൂപ്പൻ എന്നറിയാമോ? അന്നുകാലങ്ങളിൽ സമ്മാനങ്ങൾ കൊണ്ട് തന്നിരുന്ന സെന്റ് നിക്കോളാസ് സാന്റാക്ലോസ്. ക്രിസ്തുമസിന് നാം സമ്മാനങ്ങൾ കൈമാറുന്നതിൻ്റെ പ്രധാന കാരണം ജ്ഞാനികൾ യേശുവിന് നൽകിയ സമ്മാനങ്ങളായ കുന്തിരിക്കം, പൊന്ന്, മീറ എന്നിവയെ ഓർമ്മിപ്പിക്കുക എന്നതാണ്. ജിംഗിൾ ബെൽസ് ജിംഗിൾ ബെൽസ് ജിംഗിൾ ഓൾ ദ വേ. എന്താണ് ക്രിസ്മസ് ബെൽസ്? ഗ്ലോറിയ പാടുമ്പോൾ മണികൾ മുഴക്കുന്ന പതിവുണ്ട്. ഏത് മൂഡ് ക്രിസ്മസ് മൂഡ്, ഏത് മൂഡ് കാർഡ് മൂഡ്, ഏത് മൂഡ് സ്റ്റാർ മൂഡ്. അതെ, എന്തിനാണ് ഈ ക്രിസ്മസ് സ്റ്റാറുകളും ക്രിസ്മസ് കാർഡുകളും? ഗൂഗിൾ മാപ്പൊന്നും ഇല്ലാതിരുന്ന ആ കാലത്ത് ബെത്ലഹേമിൽ ഉണ്ണിയെ കാണാനെത്തിയ ജ്ഞാനികൾക്ക് വഴി കാണിച്ചത് ഒരു നക്ഷത്രമായിരുന്നു. ആ നക്ഷത്രത്തിൻ്റെ ഓർമ്മയാണ് ക്രിസ്തുമസ് സ്റ്റാറുകൾ. അതുപോലെ തന്നെ വാട്സപ്പും ഇൻസ്റ്റഗ്രാമും ഇല്ലാതിരുന്ന 1834 മുതൽ ക്രിസ്തുമസ് ആശംസകൾ പങ്കുവയ്ക്കുന്നതിന് ക്രിസ്തുമസ് കാർഡുകളും അയച്ചിരുന്നു. ഈ ക്രിസ്തുമസ് ട്രീക്ക് പിന്നിലും ഒരു പ്രത്യാശയുടെ കഥയുണ്ട്. ശൈത്യകാലത്തെ ഉത്സവങ്ങളിൽ വരാനിരിക്കുന്ന വസന്തത്തെപ്പറ്റി ചിന്തിക്കാൻ വേണ്ടി മരച്ചില്ലകൾ അലങ്കരിച്ചു വെച്ചിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്നേഹത്തിനെയും സന്തോഷത്തിനെയും പാട്ടുകൾ പാടിയിരുന്ന ക്രിസ്തുമസിൻ്റെ ആഘോഷവേളയിൽ ഇന്നും കരോൾ ഗാനത്തിൻ്റെ മാറ്റൊലികൾ കേൾക്കാം. കരോൾ എന്ന വാക്കിൻ്റെ അർത്ഥം നൃത്തമല്ലെങ്കിൽ സ്തുതിയുടെയും സന്തോഷത്തിൻ്റെയും ഗാനമെന്നാണ്. ഇതുപോലുള്ള ആദ്യകാല കരോൾ ഗാനം 1410 എഴുതിയതാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഈശോയുടെ ജനനത്തിനായി ഒരുങ്ങുന്ന നമുക്കും ഈ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നാം ഓരോരുത്തരും സത്യത്തിൻ്റെ, അനുസരണത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കഠിനാധ്വാനത്തിൻ്റെ ഓരോ നക്ഷത്രങ്ങളായി നമ്മുടെ വിദ്യാലയത്തിലും കുടുംബത്തിലും സമൂഹത്തിലും തിളങ്ങുന്ന നക്ഷത്രങ്ങളായി ഓരോരുത്തരും മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.